നമസ്കാരം കൂട്ടുകാരെ, ഡിജിറ്റൽ ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 2.1 ഒരു അടിപൊളി ആംപ്ലിഫയറാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഓർഡറാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ പറയാൻ പോണത്. ഈ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഡി ആംപ്ലിഫയർ യൂട്യൂബിൽ ഞാനിടുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഓൾറെഡി ഞാനൊരു 6 ആംപ്ലിഫയർ വണ്ടികൾക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് ഒരു മോഡൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഡിയുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വേറെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ആമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിലും നമ്മുടെ കസ്റ്റമേഴ്സിന് മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആംപ്ലിഫയറാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഇവനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ കസ്റ്റമർ പറഞ്ഞ ഒരു ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു അക്രലിക് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ അക്രലിക് പാനലിൽ 2 സൈഡ് ഒരു ക്രോസ് ടൈപ്പിൽ മാറ്റായിട്ടും അതേപോലെ തന്നെ സെൻറ്റർ പോർഷൻ ഒരു കൂൾ ടൈപ്പും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ക്യാബിനിലാണ് നമ്മളിതിനെ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൺട്രോളായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സബിൻ്റെ വോളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബിൻ്റെ ഗെയിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബേസ്, ട്രിബിള്, വോളിയം. അപ്പോൾ ഇത് സ്റ്റീരിയോയുടെ സെക്ഷനാണ് ഈ വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു സെലക്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ സെലക്ട് സ്വിച്ച് കസ്റ്റമർ പറഞ്ഞതിൽ ഈ 2 ഐറ്റം ഉണ്ടായിരുന്നില്ല, പ്ലസ് സബിൻ്റെ ഗെയിനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിരുന്നൊരു പാനൽ അതേപടി നമ്മൾ അടിച്ചതാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങളും ഞാൻ ഇതിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിൽ അത് ക്ലിയർ ആക്കും. അപ്പോൾ നമ്മളിവിടെ സെലക്ട് സ്വിച്ച് ഓക്സും USB-യും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളിവിടെ ഒരു മാസ്റ്റർ വോളിയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. പിന്നെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് 2 സ്പീക്കർ സോക്കറ്റും അതുപോലെ നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ആണ് സ്റ്റീരിയോ, പിന്നെ സബ് ഇതിൽ വരുന്നു. പിന്നെ ഇതിലായിട്ട് നമ്മൾ 2 ഓക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ കണക്ടിവിറ്റി ആയിട്ട് വരുന്നത് USB, ബ്ലൂടൂത്ത്, SD കാർഡ്, അതുപോലെ ഫ്രണ്ടിലൊരു ഓക്സ് പ്ലസ് ബാക്കിൽ 2 ഓക്സ്, അത്രയും കണക്ടിവിറ്റികളാണ് നമ്മൾ ഈ ആംപ്ലിഫയറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ക്ലാസ് ഡിയുടെ ഒരു 2.1 ബോർഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എക്സ്ട്രീം ഓഡിയോസിൻ്റെ ബോർഡാണ് നമ്മളിവിടെ ഈ ആമ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അവരുടെ തന്നെ പ്രീ സ്റ്റേജുമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പെർ ചാനൽ 50+50യും സബ് ഓഫർ വന്നിട്ട് 100 വാട്ട്സ് RMS ആണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കൊരു 7294 ഒക്കെ ഒരു വർക്കിംഗ് ഈ ഒരു ഐറ്റത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ള വാട്ടേജ് ഏകദേശമൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ അവരുടെ തന്നെ ഒരു 2.1 പ്രീയാണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബേസ് ട്രബിൾ, സബ് ഫ്രീക്വൻസി ഒക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആംപ്ലിഫയറിൽ തന്നെ ഞാൻ 2 വേരിയൻറ്റ് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ഈ ഒരു മെത്തേഡിലുള്ള വേരിയൻറ്റും പ്ലസ് നമ്മുടേതായ പ്രീ സെക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന വേറൊരു മോഡലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഫുൾ പരിപാടികൾ ചെക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കത് ഇതിനേക്കാളും വിട്ടിട്ട് വേറൊരു റേഞ്ച് വർക്കിംഗ് നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഒരു 24 വോൾട്ട് 8 ആംപിയർ SMPS ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആംപിയർ കിട്ടുന്ന ഒരു SMPS നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെലക്ടിങ്ങിന് വേണ്ടി നമ്മൾ റിലേ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബോക്സും USB-യും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു 2.1 ഒരു അടിപൊളി ആംപ്ലിഫയറാണ് ഈ ഒരു സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 40 വാട്ട് അല്ലെങ്കിൽ 50 വാട്ടിൻ്റെ 2 ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറും പ്ലസ് നമുക്കൊരു 150 വാട്ട് വരുന്ന സബ് ഓഫറും നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് 10 ഇഞ്ച് 4 ohms സ്പീക്കറുകളാണ് ഇതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 8 ohms അല്ല, 4 ohms സ്പീക്കറുകൾ വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യണത് എല്ലാ സ്പീക്കറും സബ് ഓഫറും
ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകളും ഫോറംസ് ഉപയോഗിക്കാം. നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഓഡിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെക്കിങ് വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. അതേപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് വരുന്നത് 5,500 നമ്മളിതിനെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്രീ വെച്ചിട്ടുള്ള ഒരു മോഡലും ഉണ്ട്. അത് വന്നിട്ട് ഏകദേശം നിങ്ങൾക്കൊരു 6 ഇഞ്ചിലേക്കൊക്കെ ബഡ്ജറ്റ് വരും. അത് ഫുള്ളായിട്ട് നമ്മൾ ഓൾട്ടർ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ള, അതായത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് കമ്പനി ഫുള്ള് സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്തിട്ടുള്ളൊരു വർക്കിംഗ് ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് ആയിട്ടാണ് നമ്മളത് കൊണ്ടുവരാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ 5.1 നമ്മൾ ക്ലാസ് ഡിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് കേൾക്കാം. ഓഡിയോ ടെസ്റ്റ് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് 1-2 കാര്യം കൂടി ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഒന്നാമത് തന്നെ നമ്മുടെ നാട്ടിൽ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾക്കൊന്നും തന്നെ സർവീസ് കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ ഈ ആംപ്ലിഫയറിന് ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഇത് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ബോർഡുകളെയും മറ്റുള്ള ആംപ്ലിഫയറുകൾ ക്ലാസ് ഡിയുടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സർവീസ് ചെയ്യാൻ പറ്റുന്ന, ഫുള്ളി സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ക്ലാസ് ഡിയുടെ ആംപ്ലിഫയർ. പിന്നെ അതുപോലെ തന്നെ ഈ വട്ടം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ സോക്കറ്റ് കാര്യങ്ങളൊക്കെ കോപ്പർ ലെഗ് വരുന്ന സ്പീക്കർ സോക്കറ്റുകളാണ് നമ്മൾ ഈ വട്ടം നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ആംപ്ലിഫയറിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാവുക. ഇതൊരു കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷേ നമുക്ക് കുറച്ചുകൂടി മറ്റ് സോക്കറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബലമുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് സോൾഡറും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ 6RCയും നമ്മൾ കുറച്ച് റേറ്റ് കൂടി ഐറ്റം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയർ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി 2.1 ആമ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 8-ഇഞ്ച് ബുക്ക് ഷെൽഫ്, ഒരു 8-ഇഞ്ച് ട്യൂട്ടറും വരുന്ന 2 ബുക്ക് ഷെൽഫും ഒരു 10-ഇഞ്ച് സബ് ഊഫറും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ആമ്പ് നമുക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വേരിയൻ്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അടുത്ത 2 വേരിയൻറ്റ് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് നമ്മുടെ വീഡിയോ കാണാം. അതുപോലെ തന്നെ നമുക്കിനി ഓഡിയോ ടെസ്റ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആംപ്ലിഫയർ ഇപ്പോൾ ഓണാണ്. ഞാനിപ്പോൾ ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വോളിയം കുറച്ചിട്ടാണ്. അപ്പോൾ മാസ്റ്റർ വോളിയം നമുക്ക് കൂട്ടാം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് മാത്രമാണ് ചെക്ക് ചെയ്യണത്. പിന്നെ നമ്മൾ സബ് ഇവിടെ കൊടുത്തിട്ടില്ല, ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കേൾക്കാം. നമ്മളിൽ സബ് ഇപ്പോൾ ലോഡ് ചെയ്തിട്ടില്ല, ചാനൽ മാത്രമാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് സബും കൂടി മിക്സ് ചെയ്ത് കേൾക്കാം.
നോയ്സ് കമ്മിങ് അങ്ങനെ യാതൊരു ഇഷ്യൂസും ഇല്ല, പക്ക സൈലൻ്റാണ്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആംപ്ലിഫയർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ല സർവീസ് ചെയ്യാനായാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനായാലും റീവർക്ക് ചെയ്യാനായാലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നല്ല വെടിച്ചില്ലായിട്ട് തന്നെ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ കോസ്റ്റ് വരുന്നത് 5500 ഈ ആമ്പിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീലക്സ് മോഡൽ വരുന്നുണ്ട്, അത് ഏകദേശം ഒരു 6.5-7 ആ റേഞ്ചിലാണ് ഇതിൻ്റെ അടുത്ത വേരിയൻ്റ് ഉണ്ടാവുക. ഇപ്പം നമുക്ക് 2 8 ഇഞ്ച് വെച്ചിട്ടുള്ള ബുക്ക് ഷെൽഫ് അതുപോലെ തന്നെ 10 ഇഞ്ച് സബ്ബൊക്കെ ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആംപ്ലിഫയറാണ്. അപ്പം ഇനി പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.